ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. എന്നാൽ സമാധാന ധാരണയിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന് ഹമാസ് ഭീകര നേതൃത്വം ആവശ്യപ്പെടുന്നു. സമാധാന ധാരണയ്ക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചതിനാൽ ആക്രമണം നിർത്തണമെന്ന് ഇസ്രായേലിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടു. സമാധാന ധാരണയ്ക്ക് പിന്തുണച്ച രാജ്യങ്ങളോട് ട്രംപ് നന്ദിയും അറിയിച്ചു. ഞായറാഴ്ച 6 മണിക്ക് മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമാക്കുകയും സമാധാന ധാരണ അംഗീകരിക്കുകയും വേണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ബന്ദികളുടെ മോചനം സാധ്യമാക്കാമെന്ന നിലപാട് ഹമാസ് അറിയിച്ചത്. മോചനം ഉറപ്പു നൽകിയതോടെ ഗാസയിൽ ആക്രമണം നിർത്തണമെന്ന് ട്രംപ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രയേലും അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകിയ രാജ്യങ്ങളോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി അറിയിച്ചു. Qatar, Turkey, Saudi Arabia, Egypt, Jordan, and so many others. So many people fought so hard. This is a big day. We'll see how it all turns out. We have to get the final word down in concrete. Very importantly, I look forward to having the hostages come home to their parents and having some of the hostages, unfortunately, you know the condition they're in, come home likewise to their parents because their parents wanted them just as much as though that young man or young woman were alive. So I just want to let you know that this is a very special day, maybe unprecedented in many ways. It is unprecedented, but thank you all, and thank you all to those great countries that helped. We were given a tremendous amount of help. Everybody was unified in wanting this war to end and seeing peace in the Middle East. And we're very close to achieving that. Thank you all, and everybody will be treated fairly. 21 സമാധാന ധാരണ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ അംഗീകരിച്ചിരുന്നു. എന്നാൽ സമാധാന ധാരണയിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്തുണ അറിയിച്ചു. ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രയേൽ ഗാസ സംഘർഷം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.